നിങ്ങൾക്ക് ഹോം ലോൺ, കാർ ലോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോൺ ഉണ്ടോ? എങ്കിലിതാ ഒരു കിടിലൻ സന്തോഷ വാർത്ത. നിങ്ങളുടെ മാസം മാസം അടയ്ക്കേണ്ട EMI തുക കുറയാൻ പോകുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ തീരുമാനം സാധാരണക്കാരായ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. എന്താണ് സംഭവിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 0.5% കുറച്ചിരിക്കുന്നു. ഇതോടെ ബാങ്കുകൾ അവരുടെ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന് ഉറപ്പായി. എന്താണ് ഈ റിപ്പോ നിരക്ക് എന്ന് സംശയമുണ്ടോ? വളരെ ലളിതമാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾക്ക് പണം ആവശ്യം വരുമ്പോൾ അവർ ലോൺ എടുക്കുന്നത് റിസർവ് ബാങ്കിൽ നിന്നാണ്. ആ ലോണിന് ബാങ്കുകൾ RBIക്ക് നൽകേണ്ട പലിശയാണ് റിപ്പോ നിരക്ക്. ഇപ്പോൾ ആ പലിശ കുറച്ചതുകൊണ്ട് ബാങ്കുകൾക്ക് കുറഞ്ഞ ചെലവിൽ പണം കിട്ടും. ആ ലാഭം അവർ നമുക്ക്, അതായത് ലോൺ എടുക്കുന്നവർക്ക് പലിശ കുറച്ച് നൽകുന്നതിലൂടെ കൈമാറും. എത്ര രൂപ കുറയും? ഒരു ഉദാഹരണം നോക്കാം. ഇത് നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ഹോം ലോൺ 20 വർഷത്തേക്ക് ഉണ്ടെന്ന് കരുതുക. പഴയ പലിശ നിരക്ക് 8.5% ആണെങ്കിൽ നിങ്ങളുടെ EMI ഏകദേശം 43,391 ആയിരിക്കും. ഇപ്പോൾ പലിശ 8% കുറഞ്ഞാൽ നിങ്ങളുടെ പുതിയ EMI ഏകദേശം 41,822 രൂപയായി കുറയും. അതായത് ഒരു മാസം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്നത് ഏകദേശം 1,569 രൂപ. ഒരു വർഷം കണക്കാക്കിയാൽ ഏകദേശം 19,000 രൂപയുടെ ലാഭം. ഈ വിലക്കയറ്റത്തിന്റെ കാലത്ത് ഇതൊരു ചെറിയ ആശ്വാസമല്ല. ഹോം ലോൺ മാത്രമല്ല, പേഴ്സണൽ ലോൺ, വാഹന വായ്പ തുടങ്ങിയ എല്ലാ തരം റീറ്റെയിൽ ലോണുകളുടെയും EMI കുറയും. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഇത് വലിയ ഉണർവ് നൽകുമെന്ന് വിദഗ്ധർ പറയുന്നു. ലോൺ എടുക്കുന്നത് എളുപ്പമാകുമ്പോൾ കൂടുതൽ ആളുകൾ വീട് വാങ്ങാൻ മുന്നോട്ട് വരും. ഇത് പല വ്യവസായങ്ങൾക്കും ഗുണകരമാകും. അപ്പോൾ ലോൺ ഉള്ളവർക്ക് ആശ്വാസത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശ നിരക്കിന്റെ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.